ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോനൗൺസുകളാണ്. എന്താണ് ഈ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രാമറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോനൗണാണ്. ഈ പ്രോനൗൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു നെയിമിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടോപ്പിക്കാണ്. അതിന് നമുക്ക് ലഘൂകരിച്ച് സിമ്പിളായ രൂപത്തിൽ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രോനൗൺ ആണ്. ഈ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം രാജു സ്കൂളിൽ പോവുകയാണ്, രാജു ഭക്ഷണം കഴിക്കുകയാണ്, രാജു സ്കൂളിൽ നിന്ന് വന്നു. ഇങ്ങനെ ഈ രാജുവിനെ കുറിച്ചിട്ട് നമ്മളൊരു 3-4 സെൻറ്റൻസ് ഒരുമിച്ച് രാജു 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 എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായ കാര്യമല്ലേ? അപ്പോൾ അതിനെ നമ്മളൊന്ന് സിമ്പിളാക്കി പറയുമ്പോൾ, ഇപ്പം രാജു സ്കൂളിൽ പോയി, അവൻ ഭക്ഷണം കഴിച്ചു, അവൻ സ്കൂൾ വിട്ട് വന്നു, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഈ രാജുവിന് പകരമായിട്ട് നമ്മൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അവൻ എന്നുള്ള വേർഡ് അല്ലേ? അപ്പോൾ ഈ അവൻ എന്ന് പറയുമ്പം നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രോനൗൺ. പിന്നെ നമ്മൾ പറയാറുണ്ട് ഞാൻ ഉറങ്ങി, ഞാൻ ഭക്ഷണം കഴിച്ചു. ഈ ഞാൻ എന്ന് പറയുമ്പം നമ്മളെക്കൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ എന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐ എന്നുള്ള പ്രോനൗൺ. നമ്മുടെ നെയിം പറയുന്നതിന് പകരമാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പം അതിന് ഐ എന്ന് പറയും. അപ്പോൾ ഹി, ഐ. ഇനി അവൾ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഷീ എന്ന് യൂസ് ചെയ്യുന്നത്. അത് വേറൊരു പ്രോനൗൺ, ഷീ. അപ്പം ഐ, ഹി, ഷീ. ഇനി എന്തെങ്കിലും ഒരു വസ്തുക്കളെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതിന് പകരം നമ്മൾ പറയാറുണ്ട് ഇറ്റ് എന്ന് പറയാറുണ്ട്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഇപ്പോൾ ഒരു മഴയെക്കുറിച്ച്, വെയിലിനെ കുറിച്ച്, ഇതിനൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പം ഇറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു പ്രോനൗണാണ് ഇറ്റ്. അപ്പം ഹി, ഷീ, ഐ, ഇറ്റ്. ഇനി ഞങ്ങൾ അല്ലേ, ഞങ്ങൾ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതൊരു പ്രോനൗണാണ്. അപ്പം ഞങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വി എന്ന് യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ അവർ എന്ന് പറയാറുണ്ട്, അവർ എന്ന് പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദേ ആണ്. അതുപോലെ തന്നെ നീ, നിങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യു ആണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓർ നിങ്ങൾ. അതുപോലെ നമ്മൾ പറയാറുണ്ട് എനിക്ക് എന്ന് നമ്മൾ ഒരുപാട് തവണ പറയാറുണ്ടല്ലേ. എനിക്ക് എന്ന് പറയുന്നതിന് മീ എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊരു പ്രോനൗണാണ്. ഇനി അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിന് അസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് എൻ്റെ പേനയാണ് അല്ലേ? എങ്ങനെ പറയും? ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ പെൻ. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ ഒരു പ്രോനൗണാണ് മൈൻ. അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ആ വീട് എൻ്റേതാണ് അല്ലേ? ആ വീട് എൻ്റേതാണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ദാറ്റ് ഹൗസ് ഈസ് മൈൻ, ദാറ്റ് ഹൗസ് ഈസ് മൈൻ. ആ വീട് എൻ്റേതാണ്. അപ്പോൾ അവിടെ ഒരു മൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോനൗണാണ്. നെക്സ്റ്റ് അവർ അല്ലേ? അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞങ്ങളുടെ എന്നാണ്. അപ്പം അത് ഞങ്ങളുടെ വീടാണ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അവർ ഹോം, ഇറ്റ് ഈസ് അവർ ഹോം. അത് ഞങ്ങളുടെ വീടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർ എന്ന് യൂസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അവൻ്റെ, അവളുടെ, അവനോട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, അത് അവൻ്റെ വീടാണ്, അത് അവൻ്റെ വീടാണ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് ഹൗസ്, ഇറ്റ് ഈസ് ഹിസ് ഹൗസ്. അവിടെ ഹിസ് എന്ന് പറയുന്നത് ഒരു പ്രോനൗണാണ്. നമ്മൾ അവൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ആളെ നമുക്കറിയാം. അവരെ വീണ്ടും നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അവൻ്റെ എന്ന് പറയാറുണ്ടല്ലോ മലയാളത്തിൽ. അവിടെ നമ്മൾ ഹിസ് യൂസ് ചെയ്യും. ഇനി അത് അവളുടെ വീടാണെന്ന് പറയുമ്പോഴോ
അവളുടെ വീടാണെന്ന് പറയുമ്പം അവിടെ ഇറ്റ് ഈസ് ഹെർ ഹൗസ്. ഇറ്റ് ഈസ് ഹെർ ഹൗസ്. അവിടെ ഹെർ എന്ന് പറയുന്നതാണ് പ്രോനൗൺ. ഇനി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അവനോട് ചോദിക്കൂ, അവനോട് ചോദിക്കൂ എന്ന് പറയുമ്പം അവിടെ അവനോട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആസ്ക് ഹിം. ആസ്ക് ഹിം, അവനോട് ചോദിക്കൂ. അവിടുത്തെ ഹിം എന്ന് പറയുന്നതൊരു പ്രോനൗണാണ്. ഇനി ഇതിൽപ്പെട്ട പ്രോനൗൺസ് ആണ് യുവേഴ്സ്, അതുപോലെ അവേഴ്സ്, ഇറ്റ്സ്, ഹേഴ്സ്. ഇതൊക്കെ ഇതിൽപ്പെട്ട പ്രോനൗണുകളാണ്. അപ്പം ഫസ്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രോനൗൺ ആണ്. അതായത് സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നെയിമിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ നെയിമിന് പകരം നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ മനുഷ്യന്മാരുടെ നെയിമിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പം മീര എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഷീ എന്ന് പറയുന്നു. അതുപോലെ രാജു എന്ന് പറയുന്നതിന് പകരം ഹി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഐഡിയാസ് കിട്ടിയാലോ? ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്, നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.